പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക, നിർബന്ധിത മതപരിവർത്തനം നടത്തുക, വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുക. എന്നാൽ ഇതെല്ലാം ചെയ്ത പ്രതിയെ കോടതി വെറുതെ വിടുക. ലാഹോർ ഹൈക്കോടതിയിൽ നിന്ന് 14 വയസ്സുകാരിയായ മരിയ ഷഹബാസ് എന്ന പെൺകുട്ടിയുടെ ഈ നൊമ്പരം, ഈ കരച്ചിൽ എന്തുകൊണ്ടാണ് ലോകം കേൾക്കാതെ പോവുക? പ്രതിക്കൊപ്പം നല്ല ഭാര്യയായി ജീവിക്കാൻ ഉപദേശം കൊടുക്കുന്ന ജഡ്ജിമാരുടെ നിലപാടുകൾ എന്തുകൊണ്ടാണ് ലോക മനസാക്ഷിയെ നൊമ്പരപ്പെടുത്താത്തത്? എന്തുകൊണ്ടാണ് ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം സാംസ്കാരിക നായകർ സംസാരിക്കുന്നതും ചില വിഷയങ്ങളിൽ അവരെന്തുകൊണ്ട് ബുദ്ധിപൂർവമായ മൗനം അനുഷ്ഠിക്കുന്നു? ഷെഖൈന ബിഗ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നു. മരിയ, അനീതിയുടെ അധിനിവേശം. ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നു ദീപിക ബാലസഖ്യം സംസ്ഥാന പ്രസിഡന്റ് ഫാദർ റോയി കണ്ണഞ്ചിറ CMI, സിനിമ സംവിധായകൻ ശ്രീ അലി അക്ബർ, സാമൂഹിക പ്രവർത്തകൻ ശ്രീ ബെന്നി ജോസഫ് ജനപക്ഷം, സാമൂഹിക പ്രവർത്തകയുമായ മിസ് റോസ്മോൾ ജോസ്. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമേ തന്നെ മിസ് റോസ്മോൾ ജോസിലേക്ക് തന്നെ എത്തുകയാണ്. ഒരുപക്ഷെ ഈ ചർച്ച കാണുന്ന പല പ്രേക്ഷകർക്കും ഈ സംഭവങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരുപക്ഷെ അറിയുകയുണ്ടാകില്ല. അവിടെ എന്തൊക്കെ നിയമ ലംഘനങ്ങളാണ് സംഭവിച്ചത് എന്ന് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. റോസ്മോൾ ജോസിന് ഈ വിഷയത്തിൽ പറഞ്ഞു തുടങ്ങാം. പാകിസ്ഥാനിലെ ഫൈസലാബാദിൽ മരിയ ഷഹബാസ് എന്ന് പറയുന്ന 14 വയസ്സുകാരി ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളാണ് നമ്മളും ഇന്നിവിടെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ചർച്ച ചെയ്യാൻ കാരണമായ മറ്റു പല കാരണങ്ങളും നമ്മൾ ഇതിലൂടെ തന്നെ സംസാരിക്കുന്നതാണ്. ഒരു യുവതി എന്ന നിലയ്ക്ക് ഞാൻ നോക്കിക്കണ്ട വിഷയങ്ങളും അതുപോലെ തന്നെ തുടർന്നുള്ള കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. സംഭവത്തിലേക്ക് നമുക്ക് കടക്കാം. മരിയെ തട്ടിക്കൊണ്ടു പോകുന്നത് മുഹമ്മദ് നഗാഷ് എന്ന് പറയുന്ന മുൻപേ തന്നെ വിവാഹിതനായ ഒരു പുരുഷനാണ്. പട്ടാപ്പകൽ പൊതുസ്ഥലത്ത് വെച്ച് മരിയ ഷഹബാസ് എന്ന ഈ 14 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ വിശദാംശങ്ങളും കൂടി നിങ്ങൾ അറിയണം. ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, തോക്ക് ചൂണ്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി ആകാശത്തേക്ക് നിറവെച്ച് ചുറ്റും കൂടിയിരുന്ന കാണികളെ മുഴുവൻ നിശബ്ദരാക്കിക്കൊണ്ടാണ് മുഹമ്മദ് നഗാഷ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. തുടർന്ന് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് മരിയയെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയും പിന്നീട് അവിടെ വെച്ച് പീഡിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് വളരെ വൈകിട്ടാണ്. കാരണം ഈ സംഭവം നടക്കുന്നത് ഏപ്രിൽ മാസം 2020-ലാണ്. തുടർന്നുണ്ടായിരുന്ന സംഭവങ്ങൾ, തൻ്റെ മകളെ വിട്ടുകിട്ടാൻ വേണ്ടി ആ മാതാപിതാക്കൾ നെട്ടോട്ടം പായുന്ന രംഗങ്ങളെല്ലാം നമുക്ക് വിശദമായി ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇത്തരത്തിൽ തൻ്റെ കൊച്ചു മകളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ആ മാതാപിതാക്കൾ നെട്ടോട്ടം ഓടുന്ന സമയത്താണ് ബാക്കിയുള്ള വിശദാംശങ്ങൾ ഒരു ഹൃദയത്തിലെ ഒരു വിങ്ങലായി അവർ മനസ്സിലേക്ക് മാറുന്നതും. നമുക്കവിടെ കാണാൻ സാധിക്കുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. പ്രായപൂർത്തിയാകാത്ത മരിയ. പാകിസ്ഥാനിലെ ഭരണഘടന പ്രകാരം ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് തൻ്റെ 16-ാം വയസ്സിലാണ്, ആൺകുട്ടിക്ക് 18 വയസ്സിലും. 14 വയസ്സ് മാത്രമുള്ള മരിയെ തട്ടിക്കൊണ്ടു പോവുകയും നിർബന്ധിച്ച് മതം മാറ്റുകയും പിന്നീട് അവൾ വിവാഹം കഴിച്ചതായി ആരോപിക്കുകയും അല്ലെങ്കിൽ അതിനുള്ള കള്ളത്തെളിവുകൾ സമർപ്പിക്കുകയും പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ്രായപൂർത്തി ആയി എന്നുള്ള കള്ള സർട്ടിഫിക്കറ്റ് കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതാണ്. പക്ഷെ മാതാപിതാക്കൾ ഇതുകൊണ്ടൊന്നും തളർന്നില്ല. തൻ്റെ മകളുടെ നീതിക്ക് വേണ്ടി കോടതിയെ അല്ലെങ്കിൽ ആ നീതിയെ വീണ്ടും മാനിച്ചിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. ഈ കേസ് ലാഹോർ ഹൈക്കോർട്ടിൽ എത്തുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു തൻ്റെ മകൾക്ക് ഒരു നീതി കിട്ടും എന്നുള്ളത്, അവൾ അർഹിക്കുന്ന നീതി കിട്ടും എന്നുള്ളത്. എന്നാൽ മനുഷ്യവംശത്തെ മുഴുവൻ, ഒരു പെൺകുട്ടിയെ എന്ന നിലയിൽ മാത്രമല്ല മനുഷ്യവംശത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു രീതിയിലാണ് ആ കോടതിയുടെ വിധി പ്രസ്താവന വന്നത്. പീഡകനോടൊപ്പം പോയി ജീവിക്കുക എന്ന് പറയുന്നു, ഒരു നല്ല ഭാര്യയായി ജീവിക്കുക എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ ഉദ്ദേശശുദ്ധി എന്താണ്? ഞാൻ ഈ ഒരു സംഭവത്തിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയം ഞാൻ അതിനും കൂടി വിനിയോഗിക്കുകയാണ്. വിവാഹം അത് പവിത്രമായി കാണുന്ന ഒരു തലമുറയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ സ്വന്തം പുരുഷൻ അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന എൻ്റെ ഒരു ലൈഫ് പാർട്ട്ണർ ആരായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ട ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്നെ പോലുള്ള പെൺകുട്ടികൾക്കില്ലേ? അത് മരിയയ്ക്കും ബാധകമല്ലേ?
അവൾ ബാലികയായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു നിലപാട് കോടതിക്ക് എപ്രകാരമാണ് എടുക്കാനായി സാധിക്കുക? ഒരു പീഡകനോടൊപ്പം തന്നെ വീണ്ടും കല്യാണം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ഒരു ബന്ധത്തിലേക്ക് ആ കോടതി അവളെ കൈപിടിച്ചു കൊടുക്കുമ്പോൾ ആ റേപ്പിസ്റ്റിനോട് തന്നെ വീണ്ടും വീണ്ടും റേപ്പ് ചെയ്യാനല്ലേ പറയുന്നത്? കോടതി അവിടെ വ്യഭിചാരത്തിന് വഴിയൊരുക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം റോസ്മോൾ. ശ്രീ ബെന്നി ജോസഫ്, വിവിധ സാമൂഹിക പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങളിലൊക്കെ വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരാളാണ് ശ്രീ ബെന്നി ജോസഫ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ചോദ്യം ഇതാണ്, ഇത് പാകിസ്ഥാനിൽ നടന്ന ഒരു സംഭവമാണെങ്കിലും ലോകം മുഴുവൻ ഒരു പ്രതിഷേധിക്കേണ്ട വിഷയം തന്നെയാണ് അല്ലേ? ഇതിനേക്കാൾ അപ്രധാനമായ പല പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ഇവിടെ ഹർത്താലുകളും സമരങ്ങളും വലിയ ക്യാമ്പയിനുകളും ഒക്കെ നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഒരു സെലക്റ്റീവായ പ്രതിഷേധ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുക? എന്തുകൊണ്ടായിരിക്കാം? ഇതിനു പിന്നിൽ എന്തെങ്കിലുമൊക്കെ അജണ്ടകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ താങ്കൾ ഉന്നയിക്കുന്നുണ്ടോ? ഞാൻ സാധാരണ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനോ വലിയൊരു സാംസ്കാരിക നേതാവിനെ പോലെയോ വലിയൊരു ബുദ്ധിജീവിയെ പോലെയോ എവിടെയും ഞാൻ സംസാരിക്കാറില്ല. ഞാനൊരു സാധാരണക്കാർക്ക് വേണ്ടി അന്നന്നേ തപ്പം കഴിച്ച് വിയർപ്പിൻ്റെ പണം കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സാധാരണക്കാരുടെ ഷൂവിലാണ് ഞാൻ എപ്പോഴും നിൽക്കാൻ ശ്രമിക്കുന്നതും. അതാണ് എൻ്റെ ഇഷ്ടവും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ വാർത്തയെ, ഈ 14 വയസ്സായ കുട്ടിയെ കുറിച്ചുള്ള പാകിസ്ഥാനിൽ നടന്ന സംഭവം എന്ത് പോക്രിത്തരവും നടത്താൻ പറ്റിയ ഒരു രാജ്യമാണ്, തീവ്രവാദമുള്ള രാജ്യമാണ്, ISIയും ജിഹാദിയുമുള്ള രാജ്യമാണ്. ലോകം മുഴുവൻ ആ രാജ്യത്തിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഷക്കീന TV ഈ വിഷയം എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വടക്കോട്ട് നോക്കുന്നതിന് പകരം ഈ വിഷയം നല്ലൊരു വിഷയമാണ്. നമ്മൾ ആദ്യം നാം ഇരിക്കുന്ന നമ്മുടെ സ്ഥലം, നമ്മുടെ വീടിൻ്റെ മുറ്റം, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളം, സാക്ഷരത നിറഞ്ഞ കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. നമ്മൾ ഇന്ന് ഈ വിഷയം പാകിസ്ഥാൻ്റെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ കോടതി, അതായത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ, പാകിസ്ഥാനും ഇന്ത്യൻ ജനാധിപത്യമാണെന്നാണ് പറയണത്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ കോടതി കയറി ഇറങ്ങുന്ന ആളാണ്. 18-20 കൊല്ലം നടന്നിട്ട് വിധി കിട്ടിയിട്ട് എന്താ കാര്യം? ജസ്റ്റിസ് ഡിലേ മീൻസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ്. അപ്പോൾ പാകിസ്ഥാനിലെ ആയാലും ഇന്ത്യയിലായാലും ഒരു സാധാരണക്കാരൻ്റെ, ഒരു പൗരൻ്റെ അവസാനത്തെ അത്താണിയാണ് കോടതി. പക്ഷെ കോടതി പറഞ്ഞതിലാണ് എനിക്ക് കൂടുതൽ വിഷമം തോന്നുന്നത്. ആ റേപ്പ് ചെയ്ത, ആ തട്ടിക്കൊണ്ടുപോയ പുരുഷനെ കൂടി ഭാര്യയായി ജീവിക്കൂ എന്ന് പറഞ്ഞതിനെ ലോകം മുഴുവൻ വിമർശിക്കേണ്ടതാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. തീർച്ചയായും. ഫാദർ റോയി കണഞ്ചിറ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തെ മുഴുവൻ ഈ വിഷയം ചിന്തിപ്പിച്ചത് ദീപിക ദിനപത്രമാണ്. ദീപിക ദിനപത്രത്തിലെ ഒരു ലേഖനമാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇത് വലിയൊരു ചർച്ചയാക്കി മാറ്റിയത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇത്തരം ചർച്ചകൾ നമ്മൾ മുമ്പിലേക്ക് വെക്കുമ്പോൾ പോലും പലരും ചോദിക്കാറുണ്ട്, ഇത് വസ്തുതയാണോ, ഇത് സത്യമാണോ, ഇത് മുഖ്യധാര മാധ്യമങ്ങൾ, അതായത് മുഖ്യധാര പത്രങ്ങളൊന്നും ഈ വാർത്ത കൊടുത്തില്ലല്ലോ, പിന്നെ നമ്മൾ എങ്ങനെ ഈ വാർത്തയെ വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞ വലിയ ആരോപണങ്ങളുണ്ട്. ഈ ചർച്ച നടക്കുന്ന സമയത്ത് വരെ നമ്മൾ ഇത് പാകിസ്ഥാനിലുള്ള ആളുകളുമായിട്ടൊക്കെ വളരെ കൃത്യമായിട്ട് ഈ വാർത്ത വെരിഫൈ ചെയ്തിട്ട് തന്നെയാണ് ഈ ചർച്ച നടത്തുന്നത്. എന്നിരുന്നാലും അച്ഛനോടുള്ള ചോദ്യം ഇത് തന്നെയാണ്, ഫാദർ റോയി കണഞ്ചിറ, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾക്ക് ചില സ്ഥലത്ത് നടക്കുന്ന അല്ലെങ്കിൽ ചില മേഖലയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒന്നും ഒരു ചർച്ചയാകാത്തതും, എന്നാൽ മാധ്യമങ്ങൾ ചില കാര്യങ്ങളിൽ വളരെയധികം ചർച്ചകളും എഴുത്തുകളും ക്യാമ്പയിനുകളും ഒക്കെ നടത്തുന്നതിൽ എന്തായിരിക്കും അതിനുള്ളിലുള്ള ഒരു കാര്യമെന്ന് ഫാദർ റോയി കണഞ്ചിറയ്ക്ക് എങ്ങനെ തോന്നുന്നു? ദീപിക ദിനപത്രം 134ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ മാധ്യമ സംസ്കാരം ഒരു സാമൂഹിക നിർമ്മിതിയുടെ തുടർ പ്രക്രിയയായി അവതരിപ്പിച്ചത് 1887 ഏപ്രിൽ 14 വിഷുദിനം മുതൽ ദീപിക ദിനപത്രമാണ്. അന്നു മുതൽ ഇന്ന് വരെ ദീപിക നിലനിന്നത് സമൂഹത്തിലെ അവകാശ നിഷേധ അനുഭവിക്കുന്നവരോടൊപ്പമാണ്. അത് കുടിയേറ്റക്കാരോടൊപ്പമാണ്, കർഷകരോടൊപ്പമാണ്, അത് സ്ത്രീ സ്വാതന്ത്ര്യ നിഷേധത്തിന് ഇരയായവരോടൊപ്പമാണ്. അത്തരത്തിൽ ലോകത്തെവിടെയാണെങ്കിലും സാമൂഹികമായ അവകാശ നിഷേധം അനുഭവിക്കുന്നവർക്ക് ആ നീതി നടപ്പിലാക്കി കൊടുക്കുവാനുള്ള ഒരു സമൂഹ മനസാക്ഷിയുടെ മുഖപത്രം പോലെയാണ് ദീപിക ദിനപത്രം എന്നും നിലനിൽക്കുന്നത്. ഈ ഒരു പ്രത്യേക വിഷയത്തിൽ, ഈ മരിയ വിഷയത്തിൽ
ദീപികയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ വിഷയം അവതരിപ്പിച്ചത്. അതൊരു സാമൂഹിക വിഷയ അനീതിയോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ്. എന്നാൽ ഇവിടെ രണ്ടാമത് ചോദിച്ച ചോദ്യത്തോട് ഉള്ള ഒരു പ്രതികരണം, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും സെലക്റ്റീവായിട്ടാണ് സ്വീകരിക്കാറുള്ളത്. ഇത് ആരെ ബാധിക്കുന്നതാണ് എന്നാണ് ഓരോ മാധ്യമവും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എടുക്കുമ്പോൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചാൽ ഇത് എൻ്റെ പത്രത്തിന് പണം തരുന്നവരെ ഇതെങ്ങനെ ബാധിക്കും, ചില പ്രത്യേക മേഖലകളിലുള്ള എൻ്റെ പത്രത്തിൻ്റെ പ്രചാരത്തിനെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ വാർത്തകൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ പത്രത്തിൻ്റെ നിലനിൽപ്പും പ്രചാരവർദ്ധനവും അതുവഴി സാമ്പത്തിക നേട്ടവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് ആംഗിളിലാണ് പല മാധ്യമങ്ങളും ഈ വാർത്തകൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ മരിയ എന്നുള്ള ഈ വ്യക്തി കേരളത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തും എന്ന് മാധ്യമ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ, ഇത് ഒരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു അനീതി നേരിട്ട് കഴിഞ്ഞാൽ അതിനെതിരെ മാധ്യമം ശബ്ദിച്ചില്ലെങ്കിലും ആ മാധ്യമത്തോട് ശബ്ദിക്കാൻ ഒത്തിരി പേര് വരില്ല എന്നത് കേരളത്തിലെ ഇതുവരെയുള്ള ഒരു മാധ്യമ അവതരണത്തിന്റെ, വാർത്താ അവതരണത്തിന്റെ പ്രതികരണ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരു വിശ്വാസിയായ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള അവകാശ നിഷേധം ഉയർന്നപ്പോൾ സമാനമായ പ്രായത്തിലുള്ള മറ്റൊരു പെൺകുട്ടി അഭിമുഖീകരിച്ച ഒരു വിഷയമുണ്ട്, മലാല. ആ പെൺകുട്ടിയെ ലോകമാധ്യമങ്ങൾ മുഴുവൻ ഉയർത്തിപ്പിടിച്ചു. കാരണം ഏതെങ്കിലും ഒരു മാധ്യമം ആ വിഷയം അവതരിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് നേരെ അത് അവതരിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ആഹ്വാനവും നിർബന്ധവും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്, ലോകത്തിലുണ്ട്. പക്ഷെ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉയരുന്ന ഒരു ആക്രമണം ആരും അവതരിപ്പിച്ചില്ലെങ്കിൽ തന്നെ ആരും ചോദിക്കാനില്ല. ഒരു ഉദാഹരണം എന്നെ മനസ്സിലേക്ക് വരികയാണ്. ഫ്രാൻസിൽ വെച്ച് 82 വയസ്സ് ഉള്ള ഷാഹമാൽ എന്ന് പറയുന്ന പുരോഹിതൻ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അൾത്താരയിലേക്ക് തല ചേർത്ത് വെച്ച് കത്തി കൊണ്ട് അറുത്തു മാറ്റിയ ഐസിസ് തീവ്രവാദികളുടെ ആ ഒരു ഏറ്റവും മൃഗീയമായ കൊലപാതകം കേരളത്തിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയെന്ന് എന്നെ കേൾക്കുന്നവർ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ദിനപത്രം ഒന്നാം പേജിൽ കൊടുത്തത് ഒരു ആന ചത്ത് മലർന്നു കിടക്കുന്ന ഒരു വാർത്തയായിരുന്നു. അവരുടെ 15ാമത്തെ പേജിലെ ഒരു അരക്കോളത്തിലാണ് വൈദികൻ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട ആരാണെന്ന് പോലും അവർക്ക് വ്യക്തമാക്കാൻ ധൈര്യമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു മാധ്യമ അജണ്ടയുടെ ഭാഗമാണ്. ഇവിടെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ, അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അവൾ ഏത് മതമാണ്, ജാതിയാണ് എന്ന് നോക്കിയല്ല, സ്ത്രീത്വത്തിന്റെ അവകാശ നിഷേധത്തിനെതിരെയാണ് മാധ്യമങ്ങൾ ഉണരേണ്ടിയിരുന്നത്. അത്തരത്തിലുള്ള ഒരു ആത്മബോധം നൈസർഗികമായി സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ദീപിക ദിനപത്രത്തിന് ഈ വാർത്ത ആദ്യം തന്നെ കേരളത്തിൽ അവതരിപ്പിക്കാനായിട്ട് തോന്നിയത്, അതിനുള്ള ധൈര്യം കാണിച്ചത്. തീർച്ചയായും വ്യക്തമാണ്. ഞാൻ ശ്രീ അലി അക്ബറിലേക്ക് വരികയാണ്. ശ്രീ അലി അക്ബർ, ഈ ഒരു പ്രശ്നം വളരെ ഗുരുതരമല്ലേ? ഇത് ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെയാണ് പലരും പറയുക. അല്ല, ഒരു വർഷം 1000-ലധികം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ നിയമ ലംഘനങ്ങൾ അല്ലെങ്കിൽ മതം മാറ്റം തുടങ്ങിയ സംഭവങ്ങൾ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ. അതുമാത്രമല്ല, ഇതിനോട് സമാനമായ സംഭവങ്ങൾ ഇന്നലെയും മിനിയാന്നുമൊക്കെ ഈ പാകിസ്ഥാനിൽ സംഭവിച്ചത് നമ്മൾ ലോക മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതുമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അത് ലോക മനസാക്ഷിയെ അല്ലെങ്കിൽ അവരെ ഒന്ന് ചോദ്യം ചെയ്യിപ്പിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ലോകം ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? എന്തുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ സെലക്റ്റീവായ രീതിയിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ മാത്രം ലോകം പ്രതിഷേധിക്കുന്നത്? ശ്രീ അലി അക്ബർ. നമുക്കൊരു സ്വഭാവമുണ്ട്, അയൽപക്കത്ത് എന്ത് നടന്നാലും അത് നമ്മളെ ബാധിക്കില്ല. അവസാനം നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറയും. പ്രത്യേകിച്ച് കേരളീയന്റെ ഒരു സ്വഭാവമാണ്, മലയാളിയുടെ പ്രത്യേകിച്ചുള്ള സ്വഭാവം. അയൽപക്കത്ത് എന്ത് നടന്നോട്ടെ,
അവിടുത്തെ മോളെ തട്ടിക്കൊണ്ടുപോയിക്കോട്ടെ, ഇപ്പുറത്തെ മോളെ തട്ടിക്കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് എന്നാ എന്നുള്ളൊരു ചോദ്യം എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. ഇപ്പോ മരിയയുടെ സംഭവം ആദ്യത്തേതല്ല. അവിടെ തന്നെ ദീമ ബീബി, താഹിറ, ഹന്ന യൂനുസ്, ഇതൊക്കെ ക്രിസ്ത്യാനികളാട്ടോ ഞാൻ പറയുന്ന പേരുകളൊക്കെ. ഇവരെയൊക്കെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കല്യാണം കഴിച്ച ആൾക്കാരാണ്. അപ്പൊ റേപ്പ് ചെയ്ത് നേരത്തെ ചോദിച്ചു, കോടതിക്ക് അങ്ങനെ വിധിക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചുള്ളൂ. വിധിക്കാം, യാതൊരു സംശയമില്ല. കാരണം ഇസ്ലാം മതം അത് അനുവദിക്കുന്നുണ്ട്. യുദ്ധം ചെയ്ത് കീഴടക്കിയ പെൺകുട്ടികളെ അതല്ലെങ്കിൽ റേപ്പ് ചെയ്തിട്ടായാലും ശരി സ്വന്തം മതത്തിലേക്ക് ചേർത്ത് വിവാഹം കഴിക്കാൻ അനുവദിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പൊ മതത്തിന്റെ വീക്ഷണകോണിലൂടെ നോക്കുകയാണെങ്കിൽ കോടതി ചെയ്തത് 100% ശരി. മാനവികതയുടെ വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിലോ 100% തെറ്റ്. അപ്പൊ മതവും മാനവികതയും രണ്ടായി നിലകൊള്ളുന്നുണ്ട്. അത് ഈ കേരളത്തിലുണ്ട് കേട്ടോ, യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ കേരളത്തില് നമുക്ക് മതം വേറെയും മാനവികത വേറെയും ഒപ്പം രാഷ്ട്രീയം വേറെയായിട്ട് 3 തലമുണ്ട്. മാനവികതയ്ക്ക് ഇവിടെ വലിയ വലിയ 2 തലത്തിലാണ് നിൽക്കുന്നത്, മതം രാഷ്ട്രീയം. അപ്പൊ മതവും രാഷ്ട്രീയവും കൂടി ചേർന്നുമ്പോൾ എന്താണ്, ആ മതത്തിന്റെ കൂടെ രാഷ്ട്രീയത്തിന് നിൽക്കേണ്ടി വരും. ഞാൻ അതില് ആരിനി എതിർത്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ആ മതത്തിന്റെ കൂടെ രാഷ്ട്രീയം നിൽക്കുന്നത്. ഏത് മതത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്? സംഘടിതമായിട്ടുള്ള മതങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ആ സംഘടിതമായ മതങ്ങൾ കാണിക്കുന്ന നിന്ദകൾ, ബലാത്സംഗങ്ങൾ, കൊലപാതകങ്ങൾ കണ്ണടച്ചേ പറ്റുക. രാഷ്ട്രീയത്തിന് അങ്ങനെ കണ്ണടക്കേണ്ടി വരും. അത് ഇപ്പൊ ജോസഫ് മാസ്റ്റർ കൈവെട്ടിയല് ഞാൻ പ്രതികരിച്ച ഈ സഭയിലുള്ള അല്ലെങ്കിൽ എന്റെ കോളേജിലുള്ള കുട്ടികളൊക്കെ പോയില്ലേ എന്ന് ചിന്തിച്ചാൽ എന്താണ് അതിന്റെ ഉത്തരം? അതല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുന്ന വോട്ട്, നമുക്കിവിടെ ആ വോട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോവില്ലേ? ആ വോട്ട് നമ്മുടെ വോട്ടല്ലേ? അതുകൊണ്ട് നമുക്കത് കണ്ണടച്ചേക്കാം. ഇത് കാലാകാലങ്ങളിലായിട്ട് സംഭവിക്കുന്ന അങ്ങനെ കണ്ണടച്ച് ചില വിഭാഗങ്ങളുടെ ഉയർച്ച താഴ്ചയിലേക്ക് ഇപ്പൊ കണക്ക് വന്നു, പുതിയ കണക്ക് വന്നു. ഈ നമ്മുടെ കന്യാകുമാരി എടുത്തപ്പോ കൊല്ലം 1% ഹിന്ദുവും കുറയുന്നുണ്ട്, 1% ക്രിസ്ത്യാനിയും കുറയുന്നുണ്ട്. ലോകത്ത് എല്ലായിടത്തും ഈ പറയുന്ന ഒരു സ്വഭാവം, മതം കടന്നു കയറുന്ന സ്വഭാവം, മതത്തിലേക്ക് ആളെ കൂട്ടുന്ന സ്വഭാവം, അത് ഏതിലാണ് ശരി? റേപ്പ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, പ്രേമിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, മറ്റേതെങ്കിലും വിധത്തിലാണ് ബ്ലാക്ക് മാജിക് ആണെങ്കിൽ അങ്ങനെ, ഇനി വിഷം കൊടുത്തിട്ടാണെങ്കിലും അങ്ങനെ, ഏത് രീതി എന്തൊക്കെ മാർഗങ്ങളുണ്ട്. അതിൽ ചാരിറ്റിയും പെട്ടു, ചാരിറ്റി ചെയ്തിട്ടും മതത്തിലേക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മേഖല വളർന്നപ്പോ, സാമൂഹിക പശ്ചാത്തലങ്ങൾ മാറിയപ്പോ പല മതങ്ങളും കർക്കശ സ്വഭാവം ഒഴിവാക്കി സമൂഹത്തിന്റെ നേർധാരയിലേക്ക് വന്നു. അതിൽ ക്രിസ്ത്യാനികളും വന്നിട്ടുണ്ട്, ഹൈന്ദവരും വന്നിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിക സമൂഹം അങ്ങനെ ഒരു മാറ്റം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് ശഠിക്കുന്ന മതമാണ്. ഒരു മാറ്റവും വരാൻ പാടില്ല. അത്തരം മതം ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഒരു വ്യത്യാസമില്ല. അപ്പൊ ഞാൻ എന്റെ കണ്ണോട് കണ്ടിട്ടുണ്ട് സൗദി അറേബ്യയിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന്റെ സമയത്ത് കുറച്ച് ഹിന്ദുക്കള് വെളിയിലായിപ്പോയി. അപ്പൊ അവിടെ മുത്തവ്വമാരെന്ന് പറഞ്ഞ കുറച്ച് ടീമുണ്ട്. അവര് വന്ന് ചൂരലുണ്ട് ആദ്യം 4 തല്ലി തന്നെ, എന്താടാ പള്ളി പോകാത്തെന്ന് വെച്ചു. അപ്പൊ അവര് പറഞ്ഞു, സാറേ ഞങ്ങൾ ഹിന്ദുക്കളാണ്, നീ എത്ര കാലം ഇവിടെ വന്നിട്ടെന്ന് വെച്ചു. 10 കൊല്ലായി സാറേ. 2 അടി കൊടുത്തു. 10 കൊല്ലായിട്ട് നീ എന്താടാ മുസ്ലിം ആവാത്തത്? അതിനും കൊടുത്തു അടി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സൗദി അറേബ്യയിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു സ്ത്രീക്ക് ശ്രീ അലി അക്ബർ, അപ്പോൾ ശ്രീ അലി അക്ബർ പറയാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക് രാഷ്ട്രങ്ങളിൽ നിയമവ്യവസ്ഥകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? മതം കഴിഞ്ഞിട്ടുള്ള പ്രാധാന്യമുള്ളൂ. മതത്തിനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ മതത്തിന്റെ ശാസനകളെ ധിക്കരിക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഇപ്പൊ അടുത്ത കാലത്താണ് സൗദിയിൽ പർദ്ദ പോലും, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആലോചിച്ച് നോക്കൂ. ഈ നൂറ്റാണ്ടില് ഡ്രൈവിംഗ് അനുവദിക്കാത്ത ഒരു സ്റ്റേറ്റ് ആയിരുന്നില്ലേ സൗദി അറേബ്യ? കഴിഞ്ഞ വർഷമല്ലേ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് അനുവദിച്ചത്? മതം ഭരിക്കുന്ന രാഷ്ട്രങ്ങളിൽ യാതൊരു വ്യത്യാസവുമില്ല. മതത്തിനാണ് പ്രാധാന്യം. അവിടെ ആ ഫത്വകൾക്കാണ് പ്രാധാന്യം. അവിടെ നിങ്ങളിപ്പോ അമേരിക്കൻ സൊസൈറ്റിയോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ അതിനെ ലോകം മുഴുവൻ ശബ്ദിച്ചാലും ഇത് എന്റെ മതപരമായിട്ടുള്ള അവകാശമാണ് എന്ന് ആ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ അലി അക്ബർ. മിസ് റോസ്മോൾ ജോസിലേക്ക് ഞാൻ വരാം. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം ഇടപെടുന്ന ഒരാളാണ് റോസ്മോള്. ഒരു പെൺകുട്ടി എന്ന നിലയിൽ
ഇത് വളരെ ഹീനമായ ഒരു 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 ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിലായിക്കോട്ടെ, എവിടെ ലോകരാഷ്ട്രങ്ങളിൽ എവിടെ ഇത്തരം സംഭവങ്ങൾ സംഭവിച്ചാലും അത് ലോകത്തിലുള്ള എല്ലാവരും അതിൽ പ്രതികരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ മുമ്പോട്ട് വരേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്, അല്ലേ? ഒരു പെൺകുട്ടി എന്ന നിലയിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളോട് റോസ്മോളിന്റെ പ്രതികരണം? ഒരു 14 വയസ്സുകാരി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഊഹിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, അവളൊരു ബാല്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാതയിലാണ്. ഈ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പാതയിലുള്ള ഈ ഒരു കുട്ടിയെ, മരിയയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, മരിയയെ തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് തട്ടിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ഒന്നാമത്തെ ക്രൈം സീൻ നടന്നു കഴിഞ്ഞു. പിന്നീട് മാതാപിതാക്കൾക്ക് വിട്ടു കൊടുക്കാതിരിക്കാൻ വേണ്ടി കള്ളസാക്ഷ്യങ്ങൾ നിർത്തുക എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ തലങ്ങളിലേക്ക്, അങ്ങനെ ഒരു കള്ളം അല്ലെങ്കിൽ ഒരു ക്രൈം മറയ്ക്കാൻ വേണ്ടി വേറെ കുറേ ക്രൈമുകൾക്ക് കൂടി അവിടെ സാക്ഷിയാവുകയാണ്. ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം, വ്യക്തി സ്വാതന്ത്ര്യം നിഷിദ്ധമാക്കാൻ മാത്രം വളരുന്ന ഒരു മതമാണോ ഇസ്ലാം? ഇവിടെ മരിയയ്ക്കുള്ള വ്യക്തി സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ് അവിടെ ഇല്ലാത്തത്? ഇവിടെ മനുഷ്യന്റെ ഒരു മാനസിക പരിമിതിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, മനുഷ്യ അവകാശത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ, മരിയയ്ക്ക് മറ്റേതൊരു പെൺകുട്ടിയെയും പോലെ സ്വതന്ത്രയായി ജീവിക്കാനുള്ള ഒരു അവകാശമില്ലേ? ഇവിടെ എന്തുകൊണ്ടാണ് മരിയയിൽ നിന്ന് തട്ടിയെടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായമുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തില്, ഇപ്പം നേരത്തെ സംസാരിച്ച അലി അക്ബർ സാർ പറഞ്ഞത് പ്രകാരം മതമാണ് അവിടെ രാഷ്ട്രത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഭരണഘടനയുടെ ആവശ്യം എന്താണുള്ളത്? ഈ ഭരണഘടന എന്ത് മേൽക്കോയ്മയാണ് ആ രാജ്യത്തിന് തന്നുകൊണ്ടിരിക്കുന്നത്? എന്ത് സ്വാതന്ത്ര്യമാണ് ആ പെൺകുട്ടിക്ക് വച്ചു നീട്ടുന്നത്? അവിടെ താമസിക്കുന്ന മറ്റ് ന്യൂനപക്ഷ വിഭാഗക്കാരായ പെൺകുട്ടികൾക്ക് അവരെ എങ്ങനെയാണ് ഒരു ഇനി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ സാധിക്കുന്നത്? അവരുടെ അതേ ആശങ്ക തന്നെയാണ് എനിക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുമ്പിൽ പ്രകടമാക്കാനുള്ളതും. എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അവിടെ ജീവിക്കാനായിട്ട് സാധിക്കുക? ഒരു മനുഷ്യന്റെ ബേസിക് അടിസ്ഥാനം എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അത് ഇത്ര മൂന്നേ കാര്യങ്ങളുള്ളൂ: ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല മനുഷ്യന് വേണ്ടത്. മനുഷ്യന് ഭക്ഷണം കിട്ടിയത് കൊണ്ട് മാത്രം അവൻ അടങ്ങിയിരിക്കുന്നില്ല. അവന്റെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അവനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അവന്റെ ഇഷ്ടങ്ങളും അവന്റെ സ്വാതന്ത്ര്യവുമാണ്. ഞാനിവിടെ സ്വാതന്ത്ര്യത്തെ പറ്റി എടുത്തു പറയാനുള്ളത്, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തികൾക്കും കൊടുക്കുന്നില്ല എന്നതല്ല, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം. ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗക്കാരുടെ സ്വാതന്ത്ര്യം എടുത്തു മാറ്റിക്കൊണ്ട് ഇനിയും നിങ്ങൾ ഓരോരുത്തരും ധൈര്യസമേതം പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തട്ടിക്കൊണ്ടു പോകാൻ വരെ അവർ മടിക്കുകയില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇനി നിങ്ങൾ തട്ടിക്കൊണ്ടുപോയാലും ഇത്തരത്തിലുള്ള ഒരു ജനവിധി മാത്രമേ, അല്ലെങ്കിൽ കോടതി വിധി മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് എത്തരത്തിലുള്ള ഒരു സമ്പ്രദായമാണ്? ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരു യുവതി എന്ന രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചത് മലാല എന്ന് പറയുന്ന, ഞങ്ങൾ ഓരോരുത്തരും ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് ഇരിക്കുന്ന മലാല യൂസഫ് സായി എന്ന് പറയുന്ന ഞങ്ങളെ ഇൻസ്പിറേഷന്റെ മുഖത്തേക്ക് തന്നെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വിഷയങ്ങളിൽ മലയാളം ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ലെന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം, അല്ലേ? അതെ, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും. സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ഒരാളാണ്. ലോകത്തിലെ സമാധാന ധ്വംസനങ്ങൾക്കൊക്കെ എതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ആളാണ്. അവർ മറ്റ് അഭയാർത്ഥി പ്രശ്നങ്ങളിലും മറ്റ് രാജ്യങ്ങളിലെ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്ന ഒരാളാണ് മലാല യൂസഫ് സായി. പക്ഷേ ഇത്തരം പ്രശ്നം സ്വന്തം നാട്ടിൽ നടന്നിട്ട് പോലും ഒരു ട്വീറ്റ് കൊണ്ട് പോലും പ്രതികരിക്കുവാൻ മലാലയ്ക്ക് സാധിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിച്ച് കാണണം, അല്ലെ? അതെ. മലാലയുടെ കേസ് പറയുകയാണെങ്കിൽ അവിടെ വേറൊരു കാര്യം കൂടി എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മലാല പാകിസ്ഥാനിലെ പെൺകുട്ടിയാണ്. പാകിസ്ഥാനിലെ പെൺകുട്ടികളെ വിദ്യാഭ്യാസ നയത്തിന് വേണ്ടിയിട്ട് വാദിച്ച ഒരു വ്യക്തിയാണ്. വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി, ഇതൊക്കെ വീരകൃത്യം തന്നെയാണ്. പക്ഷേ ആളെ ഇപ്പൊ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടനാണ്. അതായത് സ്വന്തം രാജ്യത്ത് സ്വന്തം ന്യൂനപക്ഷം ആയിക്കോട്ടെ ഭൂരിപക്ഷം ആയിക്കോട്ടെ, ആ രാജ്യത്തിലെ സ്ത്രീകളെ ബഹുമാനിക്കാൻ അവിടെയുള്ള ഭൂരിഭാഗം വരുന്ന വർഗങ്ങൾ, അല്ലെങ്കിൽ അത് ആരും ആയിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മലാലയുടെ കേസിൽ അവിടെ എടുത്തു പറയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, മലാല എന്തുകൊണ്ട് ഈ ഒരു കേസിൽ പ്രതികരിച്ചില്ല എന്നുള്ളത്. എന്നെ പോലുള്ള ആയിരക്കണക്കിന് യുവതികൾ മലാലയുടെ ഒരു പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാരണം അതൊരു പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിക്കുന്ന, ഇനി ഒരു പെൺകുട്ടി തട്ടിക്കൊണ്ടു പോവാതിരിക്കട്ടെ, എങ്ങനെ ഒരു ഇരയാവാതിരിക്കട്ടെ എന്നൊരു ഒരു പ്രാർത്ഥനയാണ് എന്റെയൊക്കെ ഉള്ളിലുള്ളത്. തീർച്ചയായും ശ്രീ ബെന്നി ജോസഫ്, ഇത് ശ്രീ അലി അക്ബർ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമല്ല.
സംഭവമല്ലേ? അതായത് നമ്മൾ വിചാരിക്കും മറ്റൊരു രാജ്യത്ത് നടന്ന സംഭവമല്ലേ, അല്ലെങ്കിൽ മറ്റൊരു തീവ്ര സ്വഭാവമുള്ള ഒരു നിലപാടിൽ നിന്നുണ്ടായ ഒരു വിധിയല്ലേ എന്നൊക്കെ നമ്മൾ ഒരു പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ ഇതിൽ നിന്ന് പ്രതികരിക്കാതിരിക്കുന്നത്, ഒരുപക്ഷെ കേരള സമൂഹം അല്ലെങ്കിൽ ആഗോള സമൂഹം ഒക്കെ. പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ അടുത്തെത്തുമ്പോഴാണല്ലോ നമുക്കും ഒരു ഭയവും അല്ലെങ്കിൽ നമുക്കും ഇതിലേക്കൊന്ന് പ്രതികരിക്കാനുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുക. അപ്പോൾ അവിടെ നടന്ന പ്രശ്നമാണെങ്കിൽ പോലും ലോക സമൂഹം മുഴുവൻ ഇത്തരം എവിടെ നടന്നെങ്കിലും ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടത് തന്നെയല്ലേ? അലി അക്ബർ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. അത് തലകുനിച്ച് നാണം കെട്ട് പറയുവാണ്. അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ പിടിച്ചോണ്ട് പോയില്ലേ, ഇപ്പുറത്തെ കുട്ടിയുടെ പിടിച്ചോണ്ട് പോയില്ലേ, എൻ്റെ വീട്ടിൽ വന്നില്ലല്ലോ എന്ന് പറയണ മലയാളികളാണ് എപ്പോഴും, അല്ലെങ്കിൽ മലയാളിയല്ല ഏത് സമൂഹമാണെങ്കിലും അവനവൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരുന്നത് വരെ മിണ്ടാതിരിക്കുന്ന മൗനികളായിരിക്കുന്നവരുടെ ഒരു ശാപമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യണത്. രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹം പറഞ്ഞ നമ്മുടെയൊക്കെ ആദ്യ കാലഘട്ടത്തിൽ മതമായിരുന്നു. ഫാദർ റോയ് പറഞ്ഞ പോലെ, റോയ് കണ്ണഞ്ചിറയൊക്കെ പറഞ്ഞ പോലെ മതമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ പച്ചക്ക് പറയുകയാണ്, മതമാണ് മതം. പണ്ട് ക്രിസ്ത്യാനികളുടെ പണിയും മുസൽമാൻ്റെ പണിയും ഹിന്ദുവും സിഖൊക്കെ അവരുടെ പണിയും ചെയ്ത് കുറച്ചൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത്ര തീവ്രത, ഇത്ര എന്താ പറയുക, ടെററിസ്റ്റ് മനോഭാവം, കാരുണ്യവും ഇല്ലാതെ സ്ഥാനത്തിനും മറ്റ് സാമ്പത്തിക ലാഭത്തിനൊക്കെ വേണ്ടി മതമായപ്പോൾ മതം പൊട്ടി നിൽക്കണത് കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അദ്ദേഹം പറഞ്ഞ, അലി അക്ബർ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ പറയുവാണ്, ഖുറാനിൽ പറയുന്നത് അങ്ങനെ പീഡിപ്പിച്ചു കഴിഞ്ഞാലും വേറവൻ്റെ ഭാര്യനെയാണെങ്കിലും യുദ്ധം ചെയ്തു കഴിഞ്ഞാലും ഭാര്യനെ കിട്ടുന്നു, ഒരു ശരീരം കിട്ടുമായിരിക്കും. സെക്സിനെ ഹോമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ ഒരു ശരീരം കിട്ടുമായിരിക്കും. ഒരു സ്ത്രീ പുരുഷനുമായിട്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ സ്നേഹിച്ച് കല്യാണം കഴിക്കണത് എന്തുകൊണ്ടാണ് മുന്നോട്ട് വന്നത്? കാരണം ഹൃദയം തമ്മിൽ ഒന്നാവുമ്പോഴാണ് വിവാഹ ജീവിതം. അങ്ങനെ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഇതിപ്പോൾ ബലം പിടിച്ചെടുക്കുമ്പോൾ അവൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ കോടതിനെ ഒന്നും ന്യായീകരിക്കാനൊന്നും പറ്റില്ല. പിന്നെ മലാലയുടെ കാര്യം പറഞ്ഞു, മലാല ഇനി മിണ്ടിയാൽ അലി അക്ബർ പറഞ്ഞ പോലെ തീർത്ത് കളയും. കാരണം ഒരാളെ കൊന്നാൽ കോടതി എന്താണ് ചെയ്യണമെന്ന് ഇപ്പം മനസ്സിലായി. ഒരാൾ ചത്താലും കൊന്നാലും ജീവിച്ചാലും ശവമായി ജീവിക്കുന്ന ജനങ്ങളാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന മനുഷ്യർക്കൊന്നും അവർ വളരെ ദയനീയമായിട്ടാണ് പറയണത്. സത്യവും നീതിയും കൊണ്ടുപോകണവൻ, കരുണയും ഹൃദയമുള്ളവന് ഇന്നത്തെ സമൂഹത്തിൽ കോർപ്പറേറ്റും എന്താ പിന്നെ പറയണ, ഇപ്പോൾ ഒരു സംഗതി ഉണ്ടല്ലോ, മോട്ടിവേഷൻ. എന്തുട്ട് മോട്ടിവേഷൻ? മറ്റുള്ളവനെ പറ്റിച്ച് അടിയിൽ ആളെ ചേർത്ത് MLM ഗില്ലം മൊത്തം ഉഡായിപ്പും തട്ടിപ്പുള്ള ഈ കാലഘട്ടത്തിൽ ഈ ചർച്ചയിൽ മനുഷ്യത്വം കരുണയും ഹൃദയവും ഉണ്ടെങ്കിൽ ഈ ചർച്ച ഭംഗിയായിട്ട് പോകും. അല്ലാണ്ട് മതത്തിന്റെ വലിയ ഇതൊന്നും പറയരുത്, പ്രാക്ടിക്കൽ ആയിരിക്കണം. കുറച്ചെങ്കിലും ശ്രീ അലി അക്ബറിന് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അത് കൊന്നുകളയും എന്നുള്ളത്. നമ്മൾ ഈ ചേകന്നൂർ മൗലവിയെ കൊന്നുകളഞ്ഞതാണ്. ഈ കേരളത്തിലെ ഏത് സമൂഹം പ്രതികരിച്ചു? ജോസഫ് സാറിന്റെ കൈ വെട്ടിയപ്പോ അത് എന്തിനാ വെട്ടിയത്, എങ്ങനെയാ വെട്ടിയത്, എത്ര പേര് പ്രതികരിച്ചിട്ടില്ല. അപ്പൊ കൊന്നുകളയും എന്നുള്ളത് സത്യമാണ്. ഇനി നേരത്തെ പറഞ്ഞല്ലോ ഇത് പാകിസ്ഥാനിലാണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ മലപ്പുറം ജില്ലയിൽ ഞാൻ വെല്ലുവിളിക്കാം നിങ്ങളെ. മലപ്പുറം ജില്ലയില് റംസാൻ മാസം കാലത്ത് ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വിൽക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കാം. ഞാൻ ചാലഞ്ച് ഏറ്റെടുക്കുന്നു. അടുത്ത റംസാന് ഞാൻ അവിടെ ഒരു ജ്യൂസ് കടയിടും. മുസ്ലിം അല്ലാത്തവർ അവിടെ വന്ന് വെള്ളം ചോദിച്ചാൽ കൊടുക്കും. വലിയ പ്രയാസം ഞാനതിടും, എന്നെ കൊന്നാലും കുഴപ്പമില്ല. എന്റെ ചോദ്യം ഫാദർ റോയ് കണ്ണഞ്ചിറയോടാണ്. ഇവിടെ ഉന്നയിച്ച ഒരു കാര്യം, സ്ത്രീ സമൂഹത്തിന് കൊടുക്കുന്ന ആദരവ്, ചില മത സങ്കല്പങ്ങളൊക്കെ തന്നെ വളരെയധികം സ്ത്രീവിരുദ്ധമാകാം. അതുകൊണ്ടാകാം അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ അവരുടെ കോടതിയിൽ നിന്നും അവരുടെ സംവിധാനങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരിക. എന്റെ ചോദ്യം ഇതാണ്, ലോക മനസാക്ഷിക്ക് മുമ്പിൽ സ്ത്രീയുടെ ഒരു സ്ഥാനം എന്താണ്? ഒരു കത്തോലിക്ക വൈദിക എന്ന നിലയിൽ അച്ഛൻ അതിനെക്കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ടാകാം. ഞാൻ പേടിച്ചു പോയി. കാരണം നമ്മളുടെ ചർച്ച മലപ്പുറത്ത് കച്ചവടം നടത്തുന്നതിന്റെ സാധ്യതകളെ പറ്റിയായി പോയോന്നൊരു സംശയം. അല്ല, എവിടെയെങ്കിലും ഒരു മാറ്റം വരുത്തേന്ന് വിചാരിച്ചാ. നമ്മളുടെ ചർച്ച ഇപ്പം ശ്രീ അലി അക്ബർ ആണെങ്കിലും ബെന്നി ജോസഫ് ആണെങ്കിലും റോസ് ആണെങ്കിലും പറയുന്നത് മാനവികതയെ പറ്റിയാണ്, മനുഷ്യത്വത്തെ പറ്റിയാണ്, സമത്വം, സ്ത്രീത്വത്തെ പറ്റിയാണ്, സ്ത്രീത്വത്തിന്റെ മഹത്വത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മളെല്ലാവരും പറയുന്ന ഭാഷയും അവതരിപ്പിക്കുന്ന ശൈലിയും അല്പസ്വല്പം വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ കാണുന്നത് സ്ത്രീത്വം എങ്ങനെ നിർവചിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സ്ത്രീ പുരുഷന് തുല്യമായ സ്ഥാനത്തോടുകൂടി ഈ ഭൂമിയിൽ
പിറവി കൊള്ളുവാൻ അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തിത്വമാണ് എന്നാണ് ക്രൈസ്തവ സമൂഹവും ബൈബിളും കത്തോലിക്കാ സഭയും, ഞാൻ അംഗമായിരിക്കുന്ന കത്തോലിക്കാ സഭയും വിശ്വസിക്കുന്നത്. സ്ത്രീക്ക് 2 സാധ്യതകളുണ്ട് എന്ന് ഈ വർത്തമാനകാല ലോകം നമ്മളോട് പറയുന്നുണ്ട്. ഒന്നുകിൽ സ്ത്രീയെ നമുക്കൊരു വ്യക്തിയായിട്ട് സ്വീകരിക്കാം. സ്ത്രീത്വം നിർവചിക്കപ്പെടുന്നത് വ്യക്തിത്വമുള്ള ഒരു മനുഷ്യത്വം എന്ന പേരിലാകാം. അതല്ല എങ്കിൽ സ്ത്രീയെ ഒരു വസ്തുവായിട്ട് ചിത്രീകരിക്കാം. ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം സ്ത്രീ വ്യക്തിയാണോ വസ്തുവാണോ എന്നുള്ളതാണ്. ഇവിടെ ബെന്നി ജോസഫ് പറഞ്ഞു മതത്തിന് പകരം മതം പൊട്ടുന്ന ഒരു അന്തരീക്ഷത്തെ പറ്റി പറഞ്ഞു. അത്തരത്തിൽ വരുമ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് വസ്തുവാണ്. വ്യക്തിയാണെങ്കിൽ എനിക്ക് ഞാൻ നിങ്ങളെ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ആദരിക്കും. വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തിക്ക് വ്യക്തിത്വമുണ്ട്. ഞാൻ ഈ സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കും, വ്യക്തിത്വത്തെയും ബഹുമാനിക്കും. പക്ഷേ ഞാൻ നിങ്ങളെ ഒരു വസ്തുവായിട്ടാണ് കാണുന്നതെങ്കിൽ, സ്ത്രീയെ ഞാനൊരു വസ്തുവായിട്ടാണ് കാണുന്നതെങ്കിൽ, വസ്തു ഇതൊരു പേനയാണ്, ഈ വസ്തുവിനെ വ്യക്തിത്വമില്ല, ഈ വസ്തു ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു ചരക്കായിട്ടാണ് ഞാൻ ഈ പേനയെ കാണുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുന്നതെങ്കിൽ, ഈ സമൂഹം ഒരു പലചരക്ക് കടയാണ്. പലർക്കും നമ്മൾ കണ്ടിട്ടില്ലേ, പലചരക്ക് കട എന്ന കടയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടില്ലേ? അവിടെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളാണ്, വസ്തുക്കളാണ്, ഉപയോഗിക്കാനുള്ള വസ്തുക്കളാണ്. അപ്പൊ ഇവിടെ സ്ത്രീ ഉപയോഗിക്കേണ്ട ഒരു വസ്തു മാത്രമാണ്, ഇത് വിത്തിടേണ്ട മണ്ണ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ മുമ്പിലേക്ക് ഇത് മുത്തം നൽകേണ്ട മാതൃത്വത്തിന്റെ കണ്ണുകൂടിയാണ് ഈ സ്ത്രീ എന്ന് പറയാൻ കഴിയുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഉയരണം മനുഷ്യത്വം. എന്നാൽ മാത്രമേ ഈ ചർച്ച മുന്നോട്ട് പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ സ്ത്രീത്വം ഇവിടെ ആദരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ സ്ത്രീ എന്ന് പറയുന്നത് ഈ പുരുഷന്റെ ഈ ഒരു ആസക്തിക്ക്, ഈ മതത്തിന് ശമനം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു വസ്തു മാത്രമാണ് എന്ന് പറയുന്നിടത്ത് ഇങ്ങനെയുള്ള ഒരു ചർച്ച ഉണ്ടാവില്ല, മാനവികത ഉണ്ടാവില്ല. അതിന് മതവും രാഷ്ട്രീയവും ഈ ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെ പറ്റിയുള്ള ഗവേഷണം മാത്രമേ നടത്തുകയുള്ളൂ. അതിന് ഗവേഷണം പോലും ആവശ്യമില്ല, അതിന് ആക്രമണവും അധിനിവേശവുമാണ് അതിൻ്റെ ശൈലി. ഇവിടെ സത്യത്തിൽ മരിയ ഷഹബാസിന്റെ ഈ ഒരു സ്ത്രീത്വത്തിന്റെ അവകാശത്തിലേക്കുള്ള ഒരു അധിനിവേശം നടത്തിയതാരാണ്? ഇവിടെ ആ വ്യക്തിയെ ആദരിച്ചു എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. സത്യത്തിൽ കോടതി പോലും പറഞ്ഞത് എന്താണ്? വ്യഭിചാരം ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. കോടതി പറഞ്ഞത്, മരിയയോട് പറഞ്ഞത് എന്താണ്? നീ അയാളുടെ ആ കാമഭ്രാന്തന്റെ വ്യഭിചാരത്തിന് ഇരയാകുന്നതിൽ ഈ കോടതിക്ക്, ഈ ലാഹോർ കോടതിക്ക് ആഹ്ലാദമാണ് എന്നാണ് പറഞ്ഞത്. നിനക്ക് സ്ത്രീത്വമില്ല, നിനക്ക് വ്യക്തിത്വമില്ല, നീ ഉപയോഗിക്കപ്പെടേണ്ട ഒരു വസ്തു മാത്രമാണ് എന്ന് പാകിസ്ഥാൻ പറയുന്നുവെങ്കിൽ, ലാഹോർ കോടതി പറയുന്നുവെങ്കിൽ, അതിനെ ലോക മനസാക്ഷി അത് ചോദ്യം ചെയ്യണം. ഇവിടെ ലോക കോടതിയുണ്ട്, നീതിന്യായ വ്യവസ്ഥകളുണ്ട്, മറ്റ് രാഷ്ട്രങ്ങളുണ്ട്. അവർക്കൊക്കെ ഈ സ്ത്രീത്വത്തോടുള്ള മനോഭാവം എന്താണ് എന്ന് ഈ ഒരു കോടതി വിധിയോടുള്ള പ്രതികരണത്തിലൂടെ അവർ വ്യക്തമാക്കണം. അവിടെയാണ് ഇവിടെ കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട് ചോദിച്ചു. സ്ത്രീ കത്തോലിക്ക സഭയിൽ എന്താണ്, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ സ്ത്രീ എന്താണ് എന്ന ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ മറുപടിയുണ്ട്. ഒരു സ്ത്രീത്വത്തിന് എത്രമാത്രം ഈ ആകാശങ്ങളുണ്ട് എന്നതിന് മദർ തെരേസ ഒരു ഉദാഹരണമാണ്. മദർ തെരേസയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരൊരു സ്ത്രീ എന്നുള്ള നിലയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവരൊരു കന്യാസ്ത്രീയാണ്. കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീകളുടെ ആകാശം കൂടി ആണ് മദർ തെരേസ. അപ്പോൾ ഒരു സ്ത്രീ, അവൾ ഭാര്യയാണെങ്കിലും, അവൾ കന്യകയാണെങ്കിലും, കന്യാസ്ത്രീയാണെങ്കിലും, അവൾ വിശ്വാസത്തിനനുസരിച്ച്, സഭയുടെ ധാർമ്മികതയനുസരിച്ച്, വിശ്വാസമനുസരിച്ച് ഭർത്താവിനോടൊപ്പം വിശുദ്ധയായിട്ട് വിശ്വസ്തയോടുകൂടി ജീവിച്ചാൽ, അവൾ വിശ്വാസ ജീവിതത്തിൽ സമർപ്പിതയായിട്ട് വിശ്വസ്തയോടുകൂടി ജീവിച്ചാൽ, അവൾക്ക് സഭ നൽകുന്ന സ്ഥാനം ദൈവത്തിന് തുല്യമായ സ്ഥാനമാണ്. അൾത്താരയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അങ്ങനെ അൾത്താരയിലേക്ക് ഉയർത്തപ്പെട്ട സ്ത്രീകൾ കേരളത്തിൽ ധാരാളമുണ്ട്. നമ്മുടെ അൽഫോൻസാമയുണ്ട്, മറിയം ത്രേസ്യയുണ്ട്, നമ്മുടെ മദർ തെരേസയുണ്ട്. സ്ത്രീ ഒരു വസ്തുവായിട്ട് കാണുന്ന ഒരു സങ്കല്പം ഉള്ളത് കൊണ്ടാണോ ചില ആൾക്കാർ മാത്രം ഈ ഒരു പ്രശ്നങ്ങളിൽ, കേരളത്തിലെ ചില പ്രമുഖരൊന്നും ഇതിൽ ഇടപെടാതിരിക്കുന്നത്? അങ്ങനെ ഒരു കാരണം കൊണ്ടാകാമോ? പലർക്കും സ്ത്രീകളെ വസ്തുവായിട്ട് കാണുന്നതുകൊണ്ടല്ല ഇത്തരത്തിലുള്ള നീതി നിഷേധങ്ങളോട് മിണ്ടാതിരിക്കുന്നത്. മുമ്പേ ബെന്നിസാറ് പറഞ്ഞ പോലെ ഇത് എൻ്റെ വീട്ടിലല്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് മലയാളിയുടെ മനസ്സ് ഈ മുറ്റത്തിന് അപ്പുറത്ത് ഒരറ്റമില്ല എൻ്റെ ജീവിതത്തിന്, ഞാൻ എന്തിനാ ഈ പണിക്ക് ഇറങ്ങുന്നു, എനിക്ക് എൻ്റെ വീട് പോരെ,
എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ്. എന്നാൽ കേരളം എന്ന് പറയുന്ന എൻ്റെ മുറ്റത്തിൻ്റെ അറ്റത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ ഒരു മഹത്തായ മാനവികതയുടെ സംസ്കൃതിയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഓണം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ സ്ത്രീത്വം മാത്രമല്ല, മുമ്പേ അലി അക്ബർ സാർ സൂചിപ്പിച്ച പോലെ മനുഷ്യത്വവും മാനവികതയുമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പരസ്പരം ആദരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മതവിശ്വാസം മനുഷ്യനെ ഉയർത്തുന്നില്ലെങ്കിൽ അത് മതം ആയിട്ട് മാറും എന്നുള്ളതിൻ്റെ തെളിവാണ് മരിയ. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നു പാലാ രൂപത സഹായ മെത്രാൻ അഭിവന്ദ്യ മാർ ജേക്കബ് മുരിക്കൽ പിതാവ് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അഭിവന്ദ്യ പിതാവെ, കേൾക്കാമോ? കേൾക്കാം. ഈ മരിയ ഷഹബാസിന്റെ വിഷയത്തിലൊക്കെ ആദ്യം പ്രതികരിച്ച രൂപതയാണ് പാലാ രൂപത. പിതാവിന് ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് പിതാവിന് നിലപാട്, അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്താണ്? ഇതൊരു മനുഷ്യാവകാശ വിഷയമാണല്ലോ ഏറ്റവും അടിസ്ഥാനപരമായിട്ട്. അതെ. അതായത് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഒരു രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത്. ഏതൊരു രാജ്യത്തും ആ രാജ്യത്തെ പൗരന്മാർക്ക് നീതി നടപ്പാക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് രാജ്യത്തിന്റെ ചുമതലയാണ്. എന്നാൽ പാകിസ്ഥാനിൽ സംഭവിച്ചത് ആ രാജ്യത്തെ ഒരു പൗരനെ സംബന്ധിച്ചോളം ഈ നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. തനിക്ക് നിർബന്ധിക്കപ്പെട്ട് വിവാഹം ചെയ്യാനായിട്ട് ഉള്ള ഒരു സ്ഥിതി ഉണ്ടാവുകയും ആ സ്ഥിതിയെ രാജ്യത്തെ നീതിപീഠം, പരമോന്നത നീതിപീഠം പ്രകാരം നിർബന്ധിക്കപ്പെട്ട് വിവാഹം ചെയ്യേണ്ട ഒരു സ്ഥിതിയെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടെ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒന്നും ചെയ്യാനാവാതെ നിൽക്കുന്ന നിസ്സഹായാവസ്ഥയിൽ ആണ് ഈ പ്രശ്നത്തിൽ ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം, നീതി, സാഹോദര്യം ജീവിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ എല്ലാ പ്രകാരങ്ങളെയും മേലുള്ള ഒരു കടന്നാക്രമമായിട്ട് അത് വന്നു. എന്നാൽ അതിനെതിരെയുള്ള ലോക മനസാക്ഷിയുടെ പ്രതികരണം വളരെ ദുർബലവും അതിലേറെ ദയനീയവുമായിട്ട് കാണപ്പെടുകയും ചെയ്തു. അതാണ് ഇന്ന് വളരെ ഗുരുതരമായ ഒരു വിഷയമായിട്ട് കാണേണ്ടത്. അതുകൊണ്ടാണ് പ്രതികരണ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനമാണ്. എന്തോ? അതെ, തീർച്ചയായും. ഈ ഒരു വിഷയത്തിൽ പാലാ രൂപത ഒത്തിരി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ? പാലാ രൂപതയിലെ യുവജന സംഘടന സജീവമായിട്ട് ഈ രംഗത്തൊരു വെബ്സൈറ്റ് പ്ലാറ്റ്ഫോം തന്നെ തയ്യാറാക്കി രംഗത്തിറങ്ങിയുണ്ടായി. തീർച്ചയായിട്ടും അത് പാലാ രൂപതയുടെ യുവജന സംഘടനയുടെ ഒരു വലിയ ഇനിഷ്യേറ്റീവാണ്. യുവജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ളതും അവർക്ക് ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു അന്താരാഷ്ട്രപരമായിട്ട് ഈ രംഗത്ത് പ്രതികരിക്കാനായിട്ട് തയ്യാറുള്ള അല്ലെങ്കിൽ ലോക മനസാക്ഷിയുടെ ഒരു പൊതുവായിട്ടുള്ള രൂപീകരണം ആധുനിക മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ ഒരുക്കപ്പെടുകയും ആ രീതിയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ജനങ്ങൾക്ക്, ലോകത്തിന് മുഴുവൻ ഈ വിഷയത്തിന്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കി കൊടുക്കാനും യുവജനങ്ങൾ തന്നെ തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളതാണ് പാലായിലെ യുവജന സംഘടനയിലൂടെ നമ്മൾ കാണുന്നത്. തീർച്ചയായും. ഇനി എൻ്റെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഈ ഒരു വിഷയത്തിൽ നമുക്ക് എത്രത്തോളം സാധ്യതകളാണ് മുമ്പിലുള്ളത്? ഈ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഒരു സമ്മർദ്ദത്തിൻ്റെയോ അല്ലെങ്കിൽ മുമ്പോട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് പിതാവ് വിചാരിക്കുക? വളരെ ശക്തമായ രീതിയിൽ നമുക്ക് ഈ കാര്യത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പവർ എന്ന് പറയുന്നത് ലോക മനസാക്ഷിയാണ്. അതെ. ജനങ്ങളുടെ ലോക മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഗതി വളരെ പ്രധാനമായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു തലത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക. ലോകത്തുള്ള എല്ലാ മേഖലയിലുള്ളവരും, എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് എന്നുള്ള വലിയൊരു വസ്തുത മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് കീഴ്പ്പെട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്നും
എന്നാൽ ദൈവത്തിന്റെ പേരിൽ ഒരിക്കലും മനുഷ്യൻ സ്നേഹവും നീതിയും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഒന്നും നിഷേധിച്ചു പോകാൻ ഇടയാവരുതെന്നും അപ്രകാരം പ്രവർത്തിക്കുന്ന വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂവെന്നും അവര് യഥാർത്ഥ മതത്തിന്റെ ഒരു പ്രതീകമാണോ എന്ന് തുറന്നു കാട്ടാനുമുള്ള ഒരു അവസരം കൂടിയാണ്. ഇത് ചില മതങ്ങളുടെ പേര് പറഞ്ഞ് നടക്കപ്പെടുന്ന വളരെ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ച് ആ മതത്തിലുള്ളവരെ തന്നെ ബോധവൽക്കരിക്കാൻ സഹായിക്കുന്നതാണ്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഓരോ മതത്തിന്റെയും കൂടുതൽ അവരുടെ യഥാർത്ഥ അവസ്ഥയെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവർക്കൊരു അവസരം കൂടി ഒരുങ്ങുന്നു. ഒപ്പം മറ്റു എല്ലാവർക്കും ഇതുപോലുള്ള കാര്യങ്ങളുടെ മേൽ അഭിപ്രായം രൂപീകരിക്കുവാനും അതിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയപ്പെടാനുമുള്ള ഒരു അതിശക്തമായൊരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകും. അപ്പൊ അങ്ങനെ അതിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രകാരം ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ UN പോലുള്ള ഉന്നത സമിതികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണ്ട വിധത്തിൽ പ്രതികരിക്കാനും ഇടപെടാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായും ഈ ചർച്ചയിൽ വളരെ ശ്രദ്ധേയമായ നിർദ്ദേശങ്ങളാണ് പാലാ രൂപത സഹായമെത്രാൻ അഭിവന്ദ്യ ജേക്കബ് മുരിക്കൻ പിതാവ് നമ്മളോട് പങ്കുവച്ചത്. മുരിക്കൻ പിതാവിന് ഷെഖിന TV പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം പാലാ രൂപത യുവജന കൂട്ടായ്മയുടെ SMYM അന്താരാഷ്ട്ര ക്യാമ്പയിന് എല്ലാവിധ പിന്തുണയും ആശംസയും അറിയിക്കുന്നു. 14 വയസ്സുകാരി മരിയ ഷഹബാസിന് നേരിടേണ്ടി വന്ന നീതി നിഷേധത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് ആരംഭിച്ചത്. ഇനി ഈ വിഷയത്തിൽ എത്ര ക്രിയാത്മകമായ ഇടപെടലുകൾ കേരളത്തിലും ഭാരത സമൂഹത്തിനും ലോകത്തിനും ചെയ്യാൻ പറ്റും, പ്രായോഗിക തലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന ഒരു ചർച്ചയുടെ ഘട്ടത്തിലേക്കാണ് നമ്മൾ മുമ്പോട്ട് പോവുക. ആദ്യമായിട്ട് മിസ് റോസ്മോൾ ജോസിലേക്ക് വരികയാണ്. ഈ വിഷയത്തിൽ ഒരു യുവജന പ്രതിനിധി എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ഈ വിഷയത്തിൽ ചെയ്യാൻ പോവുക? ഈ ഒരു വിഷയത്തിൽ സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ മുൻനിര സമുദായ നേതാക്കന്മാരോ അല്ലെങ്കിൽ LDF UDF രാഷ്ട്രീയ അനുഭാവികളോ പാർട്ടിക്കാരോ ഏത് സംഘടനകളോ ആയിക്കോട്ടെ ഏതെങ്കിലും മാധ്യമങ്ങളായിക്കോട്ടെ ആകുലത ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആകുലപ്പെട്ടുകൊണ്ട് ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു പരാമർശം ഇറക്കിയതായി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതേസമയം ഞാൻ കണ്ടുവരുന്ന അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന മേഖലകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി യുവജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. KCYM SMYM പോലുള്ള സംഘടനകൾ ഇതിനെതിരെ ഉപവാസ സമരവും അതുപോലെ തന്നെ ഇതിന് വേണ്ടി മരിയയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടതിന് എതിരെ അവർക്ക് നീതി കിട്ടാൻ വേണ്ടി ആർജവത്തോടും ഊർജത്തോടും കൂടി നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഉണ്ട് എന്ന് പറയാം. പക്ഷെ അതേസമയം മുഖ്യധാരാ പ്രമുഖരുടെ മൗനം എന്നിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അവിടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന ഇസ്ലാം മതവിശ്വാസികളാണ്. അവിടെ എടുക്കുന്ന സ്ട്രാറ്റജിയും മറ്റു രാജ്യങ്ങളിൽ അവർ കൊണ്ടുവരുന്ന സ്ട്രാറ്റജിയും തമ്മിൽ വ്യത്യാസമില്ലേ എന്നുള്ളതാണ്. അത് ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ വെച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ലവ് ജിഹാദ് എന്ന് പറയുന്ന, ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവമാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു ജിഹാദ് പരമ്പരയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പെൺകുട്ടികൾക്ക് എതിരെ എടുക്കുന്ന സ്ട്രാറ്റജിയും പാകിസ്ഥാനിൽ എടുക്കുന്ന സ്ട്രാറ്റജിയും രണ്ടല്ലേ? ഓക്കെ, വ്യക്തമാണ്. ശ്രീ ബെന്നി ജോസഫ്, ജനപക്ഷം, അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? ഇത് ലവ് ജിഹാദ് ആയാലും ഈ മനുഷ്യാവകാശ ലംഘനമായാലും ഇതുപോലെ കുഞ്ഞു കുട്ടികളെ ഏത് മതത്തിൽപ്പെട്ടതായാലും ഇത്തരം കാര്യങ്ങൾ മനുഷ്യത്വരഹിതമായി നടക്കുന്ന അവകാശ ലംഘനങ്ങളും ഇത്തരം ക്രൂരകൃത്യങ്ങളും ലോകത്ത് പാകിസ്ഥാനിലല്ല അമേരിക്കയിലും ജർമ്മനിയിലും ഇറ്റലിയിലും എറണാകുളത്തും തൃശ്ശൂരും നടന്നാൽ അതിനെ ഞാൻ ഒന്നായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. എന്നോട് പലരും ചോദിക്കാറുണ്ട് തനിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന്. ഇപ്പോൾ കേരളത്തിൽ പല സാംസ്കാരിക നേതാക്കന്മാരും പല പ്രമുഖരും ഉന്നതരെന്ന് പറയണവരും പല പ്രമുഖ പത്രങ്ങളെല്ലാം തന്നെ കോർപ്പറേറ്റും ഭയങ്കര വൺ സൈഡ് അല്ലെങ്കിൽ ഒരു സൈഡ് പിടിച്ചു പോകുന്ന ഒരു രീതി, ഒരു പ്രവണത കൂടിയത് ഈ നാടിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ നാശമാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ലോകത്തെല്ലായിടത്തും ക്രൈമും അഴിമതിയും കറപ്ഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ കോവിഡ് വന്നപ്പോൾ ലോകത്തെല്ലാം അതിൻ്റെ ശ്രദ്ധയാണെങ്കിലും ഈ ദരിദ്ര രാഷ്ട്രങ്ങളും ഈ പ്രത്യേകിച്ചും പാകിസ്ഥാൻ, ഇന്ത്യ,
അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, ബംഗ്ലാദേശ് അങ്ങനെയുള്ള ചെറിയ രാജ്യങ്ങളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ പൊട്ടിപ്പോയി. കാരണം നമുക്ക് മരണത്തെ പോലും ഭയമില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വീണ്ടു വിചാരത്തിന്, ഈ ചർച്ച ഒരു വീണ്ടു വിചാരത്തിന് മതത്തിൻ്റെ മൂല്യങ്ങളെല്ലാം എവിടം വരെയുണ്ട്, എന്തിനൊരു അതിർവരമ്പ്, എല്ലാത്തിനും ഒരു മാനദണ്ഡം പ്രഖ്യാപിക്കാതെ പോയാൽ അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും അവരവരുടെ ഇഷ്ടത്തിനും സ്വന്തം കാര്യത്തിന് സ്വാർത്ഥതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നതാണ് ഈ ചർച്ചയുടെയൊക്കെ അവസാനമായി പോകുന്നത്. നമുക്കൊരു കോമൺ പ്ലാറ്റ്ഫോം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. വളരെ വളരെ ക്രിയാത്മകമായ നിർദ്ദേശമാണ് ശ്രീ ബെന്നി ജോസഫ് ഇവിടെ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ശ്രീ അലി അക്ബർ, അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ? എത്രത്തോളം കാര്യങ്ങൾ ലോക സമൂഹത്തിന് അല്ലെങ്കിൽ ഭാരത സമൂഹത്തിന് ചെയ്യാൻ സാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മൾ പാകിസ്ഥാനിലെ നിയമവ്യവസ്ഥ മാറ്റാനോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണഘടന തിരുത്തി എഴുതാനോ പറ്റില്ല. അവിടുത്തെ ഭരണഘടനയിൽ എല്ലാ മതങ്ങൾക്കും ഒരേ നീതി ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് അന്ന് നെഹ്റു ഒരു പാക്ക് വെച്ചതും ഒപ്പിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. പക്ഷെ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അതിൽ നമുക്ക് ഇന്ത്യക്കാരൊന്നും അന്ന് ഈ 10-70 കൊല്ലം ഭരിച്ച കോൺഗ്രസ് ഒന്നും അതിൽ ഇടപെട്ടില്ല. ഞാൻ രാഷ്ട്രീയം പറയല്ലേ, ഇടപെട്ടിട്ടില്ല. അവരുടെ ഭരണഘടന ഇപ്പോഴും അത് ഉൾപ്പെടുത്തിയിട്ടുമില്ല. അവിടെ ഈ പറയുന്ന ക്രിസ്ത്യാനിയോട് മാത്രമല്ല, മുസ്ലിങ്ങളോട് മാത്രമല്ല, മുസ്ലിങ്ങളോടും കാണിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കുടിയേറിപ്പെട്ട മുസ്ലിങ്ങൾ അവിടെ 2ാം തരക്കാരാണ്. അപ്പൊ എന്തായാലും ശരി, ആ രാജ്യത്ത് നന്നാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് നന്നാക്കേണ്ട ഒരു ബാധ്യത, നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത. അപ്പൊ അങ്ങനെ വരുമ്പം ഇപ്പൊ എനിക്കറിയാവുന്ന, ഞാൻ ഇടപെട്ട കേസുകൾ, മറ്റേ കാസർഗോഡുള്ള കുട്ടി 17 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചാണ്. കോഴിക്കോട്ടുള്ള കുട്ടിയെ, ക്രിസ്ത്യൻ കുട്ടിയാണ്, 18 വയസ്സുള്ള കുട്ടി പീഡിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വേറെ ആളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ 3 പേര് നമ്മുടെ നേരെ ചൂണ്ടും. അപ്പൊ നമ്മുടെ മതത്തില് അല്ലെങ്കിൽ ഒരു സഭയില് അത്തരം പ്രവർത്തനം നടന്ന് അതിനെ എതിർക്കണം, പുറത്തുള്ളതിനെ എതിർക്കണം. അതിന് തന്റെ ഇടം വേണം എല്ലാ ഭാഗത്തും. ഇപ്പൊ എന്റെ ഭാഗത്തേക്ക് നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം എന്ന് അന്തസ്സായിട്ട് പറയാനുള്ള ഒരവസ്ഥയിലേക്ക് സമൂഹം മാറും. ഏത് മതവും മാറും. അവനവന്റെ സഭയിലാണെങ്കിലും ശരി, അന്യന്റെ ആണെങ്കിലും തുറന്നു പറയാനുള്ള, അത് അവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടാൽ വലിയ പ്രശ്നമാവുമല്ലോ. ഇത് എനിക്ക് എങ്ങനെയാണ് ഈ സമൂഹത്തിൽ നിലകൊള്ളാൻ പറ്റുന്നത്? എനിക്ക് അസുഖകരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ വിളിച്ചു പറയാൻ പറ്റുന്നു. ഞാൻ എന്റെ മതത്തെ ഭയപ്പെടുന്നില്ല, ഞാൻ എന്റെ രാഷ്ട്രീയത്തെ ഭയപ്പെടുന്നില്ല, ഞാൻ അന്യന്റെ മതത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. എനിക്ക് മാനവികതയാണ്, ഞാൻ ആ മാനവികതയുടെ കൂടെ നിൽക്കും. അതിന് ക്രിസ്ത്യാനി പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായാലും, മുസ്ലിം പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായാലും, ഹിന്ദു പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി, എന്റെ മക്കളെ പോലെയാണ്, എന്റെ മക്കളെ പോലെ തന്നെ ആ കുട്ടി എന്ന് ചിന്തിച്ച് ഓരോരുത്തരും ഇടപെടുമ്പോ സമൂഹം നന്നാവും. അതല്ല അവരുടെ കാര്യമില്ലേ, അവരായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവനവന്റെ കുട്ടി നാളെ പോകും. സൂക്ഷിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. ഓരോരുത്തരെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് പതിയെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഈ കലാപം ഉണ്ടാക്കുന്നവർ ലോകം മുഴുവനും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ മനസ്സിലും വിഷവിത്തുകൾ എറിയുന്നുണ്ട്. ആ വിഷവിത്തുകൾക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടിയിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വാണിംഗ് തന്നെ ഞാൻ പറയുന്നു. നമ്മുടെ ചുറ്റുഭാഗം അവരുണ്ട്, നമ്മുടെ കാലിന്റെ അടിയിലും അവരുണ്ട്, നമ്മുടെ പിന്നിലും മുന്നിലും അവരുണ്ട്. അവരെ എതിർത്തിട്ടില്ലെങ്കിൽ, ഇത്തരക്കാരെ എതിർത്തിട്ടില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന് ഓരോ കുടുംബവും മനസ്സിലാക്കും. അങ്ങനെ ഉണ്ടാവുമ്പോഴേ ഇത് മാറ്റം വരട്ടെ. നമ്മുടെ കുട്ടികള് വെറും ഉപഭോഗ വസ്തുക്കളായി മാറല്ലേ. വ്യക്തമാണ്. ഫാദർ റോയി കണ്ണഞ്ചിറ, ഈ ഒരു വിഷയത്തിൽ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാകാം? ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ അച്ഛൻ മുമ്പോട്ട് വെക്കുന്ന പ്രതീക്ഷകൾ അല്ലെങ്കിൽ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? ഞാനൊരു ക്രൈസ്തവനാണ്, ഞാനൊരു കത്തോലിക്ക സഭയിലെ പുരോഹിതനാണ്. എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ ഭാഷയിലെ, മലയാള ഭാഷയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 വാക്യങ്ങൾ അതിതായിരുന്നു. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ്, ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു. എന്തൊരു ത്രില്ലായിരുന്നു. 1-ാം ക്ലാസ് തൊട്ട് കോളേജ് വിദ്യാഭ്യാസം അവസാനിക്കുന്നതുവരെ എൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന എൻ്റെ ഹൈന്ദവ സഹോദരനെയും ഇസ്ലാം സഹോദരിയെയും അടുത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ സഹോദരങ്ങളാണ് എന്ന് ഉറക്കെ പറഞ്ഞപ്പോഴുണ്ടായ ഒരു ദേശീയ ബോധത്തിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ,
അത് നമ്മൾക്ക് പങ്കുവയ്ക്കപ്പെടണം. ഇവിടെ സുരക്ഷിതത്വ ബോധത്തോടുകൂടി അലി അക്ബർ സാറ് പറഞ്ഞ പോലെ നീ ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും നിന്റെ സുരക്ഷിതത്വം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പരസ്പരം മുഖത്തു നോക്കി പറയാൻ കഴിയുന്ന ഒരു പാരസ്പര്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് നമുക്ക് ആഘോഷിക്കാൻ കഴിയണം. ഇവിടെ എൻ്റെ രാജ്യം ഒരു വ്യഭിചാരശാല ആയിക്കോട്ടെ എന്നൊരു ജഡ്ജി വിധിച്ചതിൻ്റെ ദുരന്തത്തിൻ്റെ ദുർഗന്ധമാണ് ഇവിടെ ഇന്ന് ലോക സമൂഹം മണക്കുന്നത്. ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഒരു വിശ്വാസ സമൂഹം മുഴുവൻ ഇത്തരത്തിലുള്ള അധാർമികതയുടെ ആഘോഷം കൊണ്ടാടുന്നത് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് ലോക മനസ്സാക്ഷി കണ്ണടച്ച് നിൽക്കുന്ന ഒരു സമയം ഉണരേണ്ടതാണ്, മനസ്സാക്ഷി ഉണരേണ്ടതാണ്. എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്നത് നമ്മെ ഭീതിപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ലോക നേതാക്കൾ, മലാലയ്ക്ക് വേണ്ടി വാദിച്ച ലോക നേതാക്കൾ, മലാലയ്ക്ക് വേണ്ടി വാദിച്ച ലോക മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് മരിയയുടെ കാര്യം വന്നപ്പോൾ മൗനമായി പോയത്? അത് ഇവിടെ അലി അക്ബർ സാർ പറഞ്ഞതുപോലെ അതൊരു രാജ്യത്തിൻ്റെ ഭരണഘടന അതിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിലാണോ, അതോ നിയന്ത്രണമില്ലാത്ത ആസക്തികളുടെ അധിനിവേശം സ്ത്രീത്വത്തിന് നേരെ അഴിച്ചുവിടുന്നത് ഇന്നത്തെ ഒരു ലോകത്തിൻ്റെ മോഹത്തിൻ്റെ ഒരു ആവശ്യമായതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് ലോകം മൗനമായി പോകുന്നത് എന്ന ചോദ്യം ലോക മനസ്സാക്ഷിയിലേക്ക് ഉണരേണ്ട ഒരു ആവശ്യമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ഇവിടുത്തെ ചർച്ചയിൽ ശ്രേഷ്ഠരായ വ്യക്തികൾ സൂചിപ്പിച്ചതുപോലെ ബെന്നി സാറും അലി അക്ബർ സാറും റോസും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സഹോദരങ്ങളുടെ സുരക്ഷിതത്വം അത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു സമൂഹ നിർമ്മിതിയുണ്ടല്ലോ, ആ ഒരു ബോധത്തിലേക്ക് നമ്മുടെ മനസ്സാക്ഷി ഉണരണം. അപ്പോൾ ഇവിടെ എൻ്റെ പെങ്ങൾ സുരക്ഷിതയായിരിക്കും, എൻ്റെ വീട് സുരക്ഷിതമായിരിക്കും, എൻ്റെ ഗ്രാമം സുരക്ഷിതമായിരിക്കും. ഇവിടെ ആർക്കും സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കാം, നമ്മുടെ ഗ്രാമത്തിലൂടെ ഇറങ്ങി നടക്കാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, ഒരു സാമൂഹിക സാഹചര്യം ഇവിടെ ഉണരണം. ഇവിടെ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് 131 കോടി ജനങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടും ഇവിടെ ഒരു നിർഭയയ്ക്ക് കെടുതിയുണ്ടായി എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ജാഗ്രതയോടുകൂടി സ്വന്തം വിശ്വാസത്തെ ഉണർത്തിയെടുത്തുകൊണ്ട് ഞാൻ ക്രൈസ്തവനാണ് എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ നിനക്ക് മുസൽമാനായിട്ടും നിനക്ക് ഹൈന്ദവനായിട്ടും ഇവിടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും ഒരു സാഹചര്യവും സാമൂഹിക സ്വാതന്ത്ര്യവും നിലനിൽക്കണം എന്ന് പരസ്പരം ആഗ്രഹിച്ചുകൊണ്ട് പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് ഒരു പുതിയ രാഷ്ട്രബോധം, ഒരു പുതിയ സമൂഹബോധം, ഒരു സാഹോദര്യ ഭാവത്തിൽ ഊട്ടിയുറപ്പിച്ച് വളർത്താൻ കഴിയണം. അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഭാവാത്മകമായിട്ടുള്ള ദർശനങ്ങളിലേക്ക് സമൂഹ നിർമ്മിതിക്ക് എല്ലാവർക്കും സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയുന്ന സമൂഹ നിർമ്മിതിക്ക് സഹായകരമാകുന്ന ദർശനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള കെടുതികൾ നമ്മെ ഉണർത്തണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നന്മയുണ്ടാവട്ടെ. വ്യക്തമാണ്. നിന്റെ സുരക്ഷ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഉറക്കെ പറയാൻ പറ്റുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. മരിയ ഷഹബാസ് എന്നത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സംഭവങ്ങൾ രാജ്യത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കുക എന്നതല്ല നമ്മുടെ ഉത്തരവാദിത്തം. പ്രതികരിക്കേണ്ട ഭാഷയിൽ, പ്രതികരിക്കേണ്ട രീതിയിൽ ലോക മനസാക്ഷി, ലോക സമൂഹം, ലോക മാധ്യമങ്ങൾ, നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ, ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാകാം. വൈകിയാൽ ഒരുപക്ഷെ ചില മേഖലയിൽ വലിയ നഷ്ടങ്ങൾ, വലിയ ദുരന്തങ്ങളാകാം നമ്മൾ ക്ഷണിക്കുവാൻ പോവുക. ജാഗ്രതയോടെ, കൃത്യതയോടെ മുന്നേറുവാനുള്ള ഊർജം ഈ ചർച്ച കേരളീയ സമൂഹത്തിന് നൽകി എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത സംവിധായകൻ ശ്രീ അലി അക്ബർ, സാമൂഹിക പ്രവർത്തകൻ ശ്രീ ബെന്നി ജോസഫ്, അധ്യാപികയും സാമൂഹിക പ്രവർത്തകയുമായ റോസ്മോൾ ജോസ്, ദീപിക ബാലസഖ്യം സംസ്ഥാന പ്രസിഡന്റ് ഫാദർ റോയി കണഞ്ചിറ CMI, 4 പേർക്കും നന്ദി.